ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു EduPlus അക്കാഡമി. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 20 കേന്ദ്ര തലത്തിലുള്ള ഭരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസ്ഥാനതല ഭരണത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗവർണറും ഗവർണറുടെ അധികാരങ്ങളും ഗവർണർ ആവാൻ വേണ്ട യോഗ്യതകൾ അതുപോലെ ഗവർണറിൻ്റെ അധികാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമുക്കിനി യൂണിയൻ ഗവൺമെൻറ്റിനെ കേന്ദ്രതല ഭരണത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻലി ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ, അതുപോലെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ, അത് 4 ടൈപ്പ് അധികാരങ്ങളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. കാര്യനിർവഹണ അധികാരം, നിയമനിർമ്മാണ അധികാരം, ധനപരമായിട്ടുള്ള അധികാരം, നീതിന്യായ അധികാരം, അതുപോലെ പ്രധാനമന്ത്രിയെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പ്രധാനമന്ത്രിയുടെ പദവികൾ, പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ, പിന്നെ കൂട്ടുകക്ഷി ഗവൺമെൻറ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ നമുക്ക് ഇന്ത്യൻ പാർലമെൻറ്റിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ ലോക്സഭ, രാജ്യസഭ, പിന്നെ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ, സുപ്രീം കോടതിയുടെ ഒരു ഘടന, സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പം ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു കാര്യം നോക്കാനുള്ളത്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ 3 ശാഖകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു യൂണിയൻ ഗവൺമെൻറ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തത് ഏതൊക്കെ വകുപ്പുകളാണെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ്, ഭരണനിർവഹണം, അതുപോലെ ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ ശാഖ, അതുപോലെ ജുഡീഷ്യറി, നീതിന്യായ ശാഖ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു എക്സിക്യൂട്ടീവ് ഭരണനിർവഹണത്തിൽ വരുന്ന കാര്യങ്ങളാണ് പ്രസിഡൻറ്റ്, അതുപോലെ പ്രൈം മിനിസ്റ്റർ, അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒക്കെയാണ് ഈ ഒരു ഭരണനിർവഹണത്തിൻ്റെ അടിയിൽ വരുന്നത്. പിന്നെ ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണത്തിൻ്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ പ്രസിഡൻറ്റ്, ലോകസഭ, രാജ്യസഭ, ഇതൊക്കെയാണ് ഈ ഒരു ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണത്തിൻ്റെ അണ്ടറിൽ വരുന്ന വകുപ്പുകൾ. ഇനി നീതിന്യായ ശാഖ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി, അതിന് അണ്ടറിൽ വരുന്നത് സുപ്രീം കോർട്ട്, ചീഫ് ജസ്റ്റിസ്, ജഡ്ജ്. ഇതാണ് ഈ ഒരു ജുഡീഷ്യറി നീതിന്യായ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ, അതാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത്. എങ്ങനെയാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ്. പാർലമെൻറ്റിൻ്റെ 2 സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ എല്ലാ അംഗങ്ങളും ഉൾപ്പെട്ടതാണ് മേൽപ്പറഞ്ഞ ഇലക്ട്രൽ കോളേജ്. കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നു. രഹസ്യ ബാലറ്റ് സമ്പ്രദായത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഇലക്ട്രൽ കോളേജ് വഴിയാണ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. എന്താണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞാൽ? 2 സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട, നമ്മുടെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പിന്നെ സംസ്ഥാന നിയമസഭകളിലെയൊക്കെ അംഗങ്ങളും ഉൾപ്പെട്ടതാണ് ഈ ഒരു ഇലക്ട്രൽ കോളേജ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രൽ കോളേജിൽ ഈ ഒരു 2 സഭകളിൽ കൂടാതെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരിയിൽ ഒക്കെയുള്ള നിയമനിർമ്മാണ സഭയിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള അംഗങ്ങളും ഈ ഒരു ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതൊരു രഹസ്യ ബാലറ്റ് സമ്പ്രദായത്തിലാണ് ഈ ഒരു എലക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒരു പ്രസിഡൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന്. ഈ ഒരു പ്രസിഡൻറ്റിന് വേണ്ട യോഗ്യതകൾ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതൊരു പ്രസിഡൻ്റ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ 35 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ പറ്റുക. പിന്നെ എന്താണ്? ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. പിന്നെ ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വേതനം പറ്റുന്ന ആളായിരിക്കരുത്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ് ഒരു പ്രസിഡൻറ്റിനെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അത് പാലിക്കേണ്ട നടപടികൾ കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റിന് എന്തൊക്കെ അധികാരങ്ങളുണ്ട്? നമ്മുടെ രാഷ്ട്രത്തലവൻ ആരാണ്? പ്രസിഡൻ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് പ്രസിഡൻറ്റിൻ്റെ. ഏത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിർവഹണ ചുമതലകളും നിർവഹിക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ പേരിലാണ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡൻ്റ് ആണ്. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു ആണ് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് പ്രസിഡന്റ് ഇന്ത്യയുടെ. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആരുടേത്? പ്രസിഡന്റ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹണ ചുമതലകളും ഒക്കെ നിർവഹിക്കുന്നത് ആരുടെ പേരിലാണ്? പ്രസിഡന്റിൻ്റെ പേരിലാണ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രസിഡന്റിൻ്റെ അധികാരങ്ങളാണ്. അപ്പോൾ പ്രസിഡന്റിന് 4 ടൈപ്പ് അധികാരങ്ങളാണുള്ളത്. കാര്യനിർവഹണ അധികാരമുണ്ട്, നിയമനിർമ്മാണ അധികാരമുണ്ട്, ധനപരമായിട്ടുള്ള അധികാരമുണ്ട്, നീതിന്യായ അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. കാര്യനിർവഹണ അധികാരമാണ് ഫസ്റ്റ് വൺ. നോക്കാം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കേന്ദ്രത്തിലെ എല്ലാ അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ലോക്സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയായും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാരായും നിയമിക്കുന്നതാരാണ്? സംസ്ഥാന ഗവർണർമാർ, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അംബാസിഡർമാർ, ഹൈ കമ്മീഷണർമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണതലവന്മാർ, കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാൻ, മറ്റ് അംഗങ്ങൾ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. കൂടാതെ ഇന്ത്യൻ സൈന്യത്തിലെ 3 വിഭാഗങ്ങളായ കരസേന, വായുസേന, കടൽസേന എന്നിവയുടെ തലവന്മാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഓക്കെ, അപ്പോൾ പ്രസിഡന്റിൻ്റെ ആദ്യത്തെ ഒരു പവർ അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് കാര്യനിർവഹണ അധികാരമാണ്. അപ്പോൾ പ്രസിഡന്റ് ആണ് നമ്മുടെ രാജ്യത്തിലെ ഒരുവിധ ഒട്ടുമിക്ക വലിയ വലിയ പദവികൾ വഹിക്കുന്ന ആളുകളെയൊക്കെ നിയമിക്കുന്നത്, അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ പവർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രസിഡന്റിൻ്റെ അടുത്തൊരു പവർ അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് എന്താണ്? നിയമനിർമ്മാണ അധികാരമാണ്. അപ്പോൾ നിയമനിർമ്മാണ അധികാരത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? തിരഞ്ഞെടുപ്പിന് ശേഷം പാർലമെൻറ്റിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പ്രസിഡന്റ് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാം. പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടുവാനും നീട്ടിവെക്കുവാനും നിർത്തിവെക്കുവാനും മന്ത്രിസഭാ കൗൺസിലിൻ്റെ ഉപദേശപ്രകാരം പാർലമെൻറ്റ് പിരിച്ചുവിടാനും പ്രസിഡന്റിന് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടാനും പിന്നെ പാർലമെൻറ്റ് സമ്മേളനം നീട്ടിവെക്കാനും അല്ലെങ്കിൽ അത് വേണമെങ്കിൽ നിർത്തിവെക്കാനും അല്ലെങ്കിൽ പിന്നെ നമുക്ക് മന്ത്രിസഭാ കൗൺസിലിൻ്റെ ഉപദേശപ്രകാരം പാർലമെൻറ്റ് പിരിച്ചുവിടാനും ഒക്കെ ആർക്ക് അധികാരമുണ്ട്? പ്രസിഡന്റിന് അധികാരമുണ്ട്. കൂടാതെ എന്തൊക്കെയാണ്? പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഏത് ബില്ലും നിയമമാകുന്നത് പ്രസിഡന്റിന് അംഗീകാരം ലഭിക്കുമ്പോഴാണ്. അപ്പം പാർലമെൻറ്റിൽ പാസ്സാവുന്ന ഏതൊരു ബില്ലും അത് പ്രസിഡന്റ് അംഗീകരിച്ചാൽ അതൊരു നിയമമായിട്ട് പാസ്സാവുള്ളൂ. അതും ഒരു നിയമനിർമ്മാണ അധികാരമാണ് പ്രസിഡന്റിൻ്റെ. പിന്നെന്താണ്? പാർലമെൻറ്റിൻ്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാനും പിന്നെ പാർലമെൻറ്റ് സമ്മേളനം കൂടാത്ത അവസരങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം കുറേ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനും ഒക്കെ പ്രസിഡന്റിന് അധികാരമുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് ഈ ഒരു നിയമനിർമ്മാണ അധികാരത്തിൽ വരുന്നത്. ഈ ഒരു നിയമനിർമ്മാണ അധികാരത്തിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെ സമ്മേളനം വിളിച്ചു കൂട്ടാനും അതുപോലെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് നിയമമാക്കാൻ വേണ്ടിയിട്ട് അത് അംഗീകരിക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. അതുപോലെ സമ്മേളനം വിളിച്ചു കൂട്ടാനും നീട്ടിവെക്കാനും വേണമെങ്കിൽ അത് നിർത്തിവെക്കാനും അതുപോലെ മന്ത്രിസഭാ കൗൺസിലിൻ്റെ ഉപദേശപ്രകാരം പാർലമെൻറ്റ് പിരിച്ചുവിടാനും ഒക്കെ നമുക്ക് നമ്മുടെ പ്രസിഡന്റിന് അധികാരമുണ്ട്. അതാണ് നിയമനിർമ്മാണ അധികാരത്തിൽ വരുന്നത്. ഓക്കെ, ലെജിസ്ലേറ്റീവ് പവറാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ധനപരമായ അധികാരമാണ്. ആ ഒരു ഫൈനാൻഷ്യൽ പവർ എങ്ങനെയാണ് പ്രസിഡന്റിനുള്ളതെന്ന് നോക്കാം. പ്രസിഡന്റിൻ്റെ മുൻകൂട്ടിയുള്ള ശുപാർശയില്ലാതെ ധനപരമായ ഒരു ബില്ലും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുവാൻ സാധ്യമല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുവാൻ പ്രസിഡന്റാണ് അധികാരം നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിഡന്റിൻ്റെ ഒരു മുൻകൂട്ടിയുള്ള ശുപാർശ ഇല്ലാതെ ഒരു ധനപരമായിട്ടുള്ള ബില്ലും ഒന്നും പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് വരുന്നൊരു അധികാരം. പിന്നെന്താണ്? ഈ ഒരു ബജറ്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കുന്ന ബജറ്റ് അവതരിപ്പിക്കാനൊക്കെ അനുമതി നൽകുന്നത് ആരാണ്? അധികാരം നൽകുന്നത് പ്രസിഡന്റാണ്. അതാണ് ആ ഒരു ധനപരമായിട്ടുള്ള അധികാരത്തിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നീതിന്യായ അധികാരം എന്താണെന്നാണ് നോക്കാനുള്ളത്. ജുഡീഷ്യൽ പവർ. അപ്പോൾ എങ്ങനെയാണ് പ്രസിഡന്റിൻ്റെ ആ ഒരു ജുഡീഷ്യൽ പവർ എന്ന് നോക്കാം. കുറ്റവാളികളുടെ ശിക്ഷകൾ ഇളവ് ചെയ്യുവാനും ഒഴിവാക്കാനും പ്രസിഡന്റിന് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകളുടെ ആ ഒരു ശിക്ഷ ഇളവ് ചെയ്യാൻ അതുപോലെ ആ ഒരു ശിക്ഷ ഒഴിവാക്കാനൊക്കെ പ്രസിഡന്റിന് ആ ഒരു അധികാരമുണ്ട്. ഓക്കെ, അതാണ് പ്രസിഡന്റിൻ്റെ അധികാരങ്ങൾ. ഇനി നമുക്ക് പ്രസിഡന്റിൻ്റെ അടിയന്തര
അടിയന്തരാവശ്യ അധികാരങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. രാജ്യത്ത് അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. സാധാരണ 3 സാഹചര്യങ്ങളിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ ചെയ്യാനുള്ള അവകാശം ആർക്കാണുള്ളത്? പ്രസിഡന്റിനുണ്ട്. അപ്പോൾ ആ ഒരു അടിയന്തര സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, യുദ്ധം, വിദേശ ആക്രമണം, സായുധ സമരം തുടങ്ങിയ സാഹചര്യങ്ങൾ. ഈ ഒരു സാഹചര്യങ്ങളിൽ എന്താണ് നമുക്കെല്ലാം പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം വരാറുണ്ട്. അപ്പം അതെന്താണെന്ന് നോക്കാം. രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന യുദ്ധപ്രഖ്യാപനം മൂലമോ വിദേശ ആക്രമണമോ സായുധ സമരമോ മൂലം രാഷ്ട്രം ഭീഷണിയെ നേരിടുമ്പോൾ പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. എന്നാൽ ഇതിന് കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടായിരിക്കണം. പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥ പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടതും 1 മാസത്തിനുള്ളിൽ ഇരുസഭകളും അംഗീകരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ പ്രസിഡന്റിന്റെ അടിയന്തരാവശ്യ അധികാരങ്ങൾ ഫസ്റ്റ് വരുന്നത് 3 കണ്ടീഷനിലാണ് നമുക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം വരിക. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞത്, യുദ്ധം അല്ലെങ്കിൽ വിദേശ ആക്രമണമോ അല്ലെങ്കിൽ സായുധ സമരം തുടങ്ങിയ സാഹചര്യങ്ങളിൽ പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും. അത് പ്രഖ്യാപിച്ചതിന് ശേഷം എന്താണ്, ആരുടെ അനുമതിയോടെ? കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടായിരിക്കണം ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ. അതും ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 1 മാസത്തിനുള്ളിലായിട്ട് എന്താണ് 2 സഭകൾ അത് അംഗീകരിക്കുകയും ലോകസഭ രാജ്യസഭ അത് അംഗീകരിക്കുകയും ചെയ്യണം. ഓക്കെ, അതാണ് ആ ഒരു ഫസ്റ്റ് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഭരണപ്രതിസന്ധി ഉണ്ടാവുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രസിഡന്റിന് ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും കേട്ടോ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അപ്പോൾ അത് സംസ്ഥാന ഗവർണറുടെ റിപ്പോർട്ട് പ്രസിഡന്റിന് തൃപ്തികരമായിട്ട് തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന ഭരണം ഭരണഘടന അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നതില്ലെങ്കിലോ പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. പക്ഷേ പാർലമെന്റിന്റെ അംഗീകാരം നേടിയിരിക്കണം. അപ്പോൾ അതെന്താണ് സിറ്റുവേഷൻ? ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒക്കെ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, സംസ്ഥാന ഗവർണറുടെ റിപ്പോർട്ടൊക്കെ ആർക്കാണ്? പ്രസിഡന്റിനാണല്ലോ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിലൊക്കെ അത് ആ ഒരു റിപ്പോർട്ടൊന്നും തൃപ്തികരമല്ലെങ്കിലോ ഒക്കെ എന്താണ് ഒരു സംസ്ഥാനത്തുള്ള ഭരണത്തിന് എതിരായിട്ട് നമുക്ക് ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ ഒരു പ്രസിഡന്റിന് എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും. പക്ഷെ അതിന് പാർലമെന്റിന്റെ ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക അസ്ഥിരതയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വായ്പ തുകയിൽ ഭീഷണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഗുരുതരമായ സാമ്പത്തിക ഭീഷണിയോ ഉണ്ടാകുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അപ്പോൾ ഇതിനും പാർലമെൻറ്റിൻ്റെ അംഗീകാരം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു കാലയളവിൽ എന്താണ് എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കാനും പ്രസിഡന്റ് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരികയാണെങ്കിൽ നമ്മുടെ കടങ്ങൾ അതുപോലെ നമുക്ക് എതിരായിട്ട് ഫിനാൻഷ്യൽ ഭീഷണി എന്തെങ്കിലും വരികയാണെങ്കിൽ എന്താണ് അതൊരു ഗുരുതരമായിട്ടുള്ളൊരു ഭീഷണിയായി മാറുമ്പോഴേക്കും അടിയന്തരാവസ്ഥ പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പോൾ അതിന് പാർലമെൻറ്റിൻ്റെ ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാലയളവിൽ എന്താണ് ഈ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ശമ്പളമൊക്കെ വെട്ടിക്കുറയ്ക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള 3 അധികാരങ്ങളാണ് പ്രസിഡന്റിൻ്റെ അടിയന്തരാവസ്ഥ അധികാരങ്ങൾ എന്ന് പറയുന്നത്. 3 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. യുദ്ധ, വിദേശ ആക്രമണ, സായുധ സമരം തുടങ്ങിയ സാഹചര്യങ്ങൾ. അതാണ് ഫസ്റ്റ് വരുന്നൊരു സിറ്റുവേഷൻ. നെക്സ്റ്റ്, ഭരണഘടനാപരമായിട്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വരുന്നൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. പിന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ഓക്കെ, അതാണ് പ്രസിഡന്റിൻ്റെ അടിയന്തരാവശ്യ അധികാരങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് പ്രധാനമന്ത്രിയുടെ പദവി എന്താണെന്നാണ്. ഓക്കെ, നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണം ചുമതല നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി തലവനായുള്ള മന്ത്രിസഭാ കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ അനുസരിക്കുവാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ലോക്സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവിനെയാണ് സാധാരണ പ്രധാനമന്ത്രിയാകാൻ ക്ഷണിക്കാറ്. കൂട്ടുകക്ഷി ഭരണം നിലവിൽ വന്നതോടെ ലോക്സഭയിലെ ഭൂരിപക്ഷമുള്ള കൂട്ടുകക്ഷിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയാകാൻ ക്ഷണിക്കാറുണ്ട്. പ്രധാനമന്ത്രിയാകാൻ ക്ഷണിക്കപ്പെടുന്നയാൾ ലോക്സഭ
അംഗമല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം 6 മാസത്തിനുള്ളിൽ പാർലമെന്റിൽ അംഗമായി തീരണം. മന്ത്രിസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അവരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. എല്ലാ അന്താരാഷ്ട്ര തീരുമാനങ്ങളും ഉടമ്പടികളും ഉണ്ടാകുന്നത് പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രതലവനാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി തലവനായുള്ള മന്ത്രിസഭ കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ അനുസരിക്കുവാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ് കേട്ടോ. അതുപോലെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും പ്രസിഡൻ്റാണ്. പിന്നെ ലോക്സഭയിലുള്ള ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവിനെയാണ് നമ്മൾ സാധാരണയായിട്ട് പ്രധാനമന്ത്രി ആവാൻ ക്ഷണിക്കാറ്. പക്ഷെ നിലവിൽ ഇപ്പോൾ കൂട്ടുകക്ഷി ഭരണം ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഭൂരിപക്ഷം കൂടുതലുള്ളൊരു കൂട്ടുകക്ഷിയെ നേതാവായിട്ട് പ്രധാനമന്ത്രിയാകാനും ക്ഷണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രി ആകാൻ ക്ഷണിക്കുന്ന ആൾ അതൊരു ലോക്സഭാ അംഗമായിരിക്കണം. ലോക്സഭാ അംഗം അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം 6 മാസത്തിൻ്റെ കാലയളവിനുള്ളിലായിട്ട് പാർലമെൻറ്റിൽ അംഗമായിട്ട് തീരണം എന്നൊരു കണ്ടീഷനുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ മന്ത്രിമാരെയും മന്ത്രിസഭകളെയൊക്കെ തിരഞ്ഞെടുക്കുന്നതും പിന്നെ അവരുടെ വകുപ്പുകളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ എല്ലാ അന്താരാഷ്ട്ര തീരുമാനങ്ങളും ഉടമ്പടികളും ഒക്കെ ഉണ്ടാകുന്നത് പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ്. നമുക്കറിയാം അല്ലേ? ഓക്കെ, ഇനി കൂട്ടുകക്ഷി ഗവൺമെൻറ് എന്താണെന്ന് നോക്കാം. നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഉൾപ്പെട്ട ഗവൺമെൻറ്റിൽ ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൂട്ടുകക്ഷി ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഘടനയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റിലോട്ട് കടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗവൺമെൻറ് ആണ്. അപ്പോൾ അവിടെ സംസ്ഥാനത്തിൻ്റെ ഒരു തലവൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതാണ് നമ്മുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിമാരും ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ പറയാനുള്ളത് ഈ ഒരു പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റ്. അപ്പോൾ അവിടെ പ്രസിഡൻറ്റിൻ്റെ അധീനതയിലുള്ള പാർലമെൻറ്റിന് ഒരു 2 ബോഡികളാണുള്ളത്. അതാണ് ലോകസഭയും രാജ്യസഭയും. ഓക്കെ, അപ്പോൾ നമുക്ക് ലോകസഭയും രാജ്യസഭയും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭ നമ്മൾ എന്താണ് പറയുക? നിയമസഭകൾ എന്നല്ലേ പറയാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭകളെ നമ്മൾ നിയമസഭ എന്നും അതുപോലെ നമ്മുടെ ദേശീയ തലത്തിലുള്ള നിയമനിർമ്മാണ സഭയെയാണ് നമ്മൾ പാർലമെൻറ്റ് എന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ് പാർലമെൻറ്റ്. അപ്പോൾ ഈ ഒരു പാർലമെൻറ്റിന് എന്താണ്? ലോകസഭ എന്നും അതുപോലെ രാജ്യസഭ എന്നിങ്ങനെ 2 മണ്ഡലങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഒരു 2 മണ്ഡലങ്ങളെ വിളിക്കുന്നതാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് കൗൺസിലർമാർ അടങ്ങുന്ന രാജ്യസഭ ആണ് നമ്മുടെ ജനപ്രതിനിധികൾ അടങ്ങുന്ന ലോകസഭ. അപ്പോൾ സ്റ്റേറ്റ് കൗൺസിലർമാർ അടങ്ങുന്നത് രാജ്യസഭയും അതുപോലെ ജനപ്രതിനിധികൾ അടങ്ങുന്നത് നമ്മുടെ ലോകസഭയുമാണ്. ഓക്കെ, ഇനി നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള ലോകസഭ നോക്കാം. ലോകസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ സഭയെ പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നു. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിഡൻറ്റും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളായ ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ്. ഓക്കെ, അപ്പോൾ ലോകസഭ എന്ന് പറയുന്നത് പാർലമെൻറ്റ് അധോമണ്ഡലമായ ലോകസഭ ജനപ്രതിനിധികളുടെ സഭയാണ്. ഇതിലെ അംഗങ്ങളെ ഇന്ത്യൻ ജനത പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ എന്താണ് ലോകസഭ എന്ന് പറഞ്ഞാൽ? നമ്മുടെ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമായ ലോകസഭ ജനപ്രതിനിധികളുടെ ഒരു സഭയാണ് കേട്ടോ. അത് നന്നായിട്ട് നോക്കുക. ജനപ്രതിനിധികളുടെ സഭ ലോകസഭയാണ്. അപ്പോൾ ഇതിലുള്ള അംഗങ്ങളെ നമ്മുടെ ഇന്ത്യൻ ജനത പ്രായപൂർത്തി വോട്ടവകാശത്തിലുള്ള 18 വയസ്സ് ഏത് പൗരനും എന്താണ് തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശത്തിനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ് ഈ ഒരു ലോകസഭയിലുള്ള അംഗങ്ങളെ. അപ്പോൾ ലോകസഭയിലെ അംഗസംഖ്യ എത്രയാണ്? 550-ൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇതിൽ 530 അംഗങ്ങളെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആണ് തിരഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ള 20 അംഗങ്ങളെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കാം. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഇല്ലെങ്കിൽ ഈ വിഭാഗത്തിലുള്ള 2 പേര് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാനും ഉള്ള ഒരു അധികാരമുണ്ട്.
പിന്നെ ഓരോ 5 വർഷം കൂടുമ്പോഴും ലോകസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട്. അതുപോലെ അടിയന്തരാവസ്ഥ കാലയളവിൽ ലോകസഭയുടെ കാലാവധി 1 വർഷം വരെ നീട്ടാവുന്നതുമാണ്. ഓക്കെ, ഇനി നമുക്ക് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പോൾ ലോകസഭ അംഗമാവുന്ന ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നെ 25 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ലോകസഭയിൽ അംഗമാവാൻ പറ്റുക. പിന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിലോ അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ്റുകളിലോ വേതനം സ്വീകരിച്ച് തൊഴിൽ ചെയ്യുന്ന വ്യക്തി ആയിരിക്കരുത്. കൂടാതെ കാലാകാലങ്ങളിൽ പാസ്സാകുന്ന യോഗ്യതകളും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷനാണ് ഒരു ലോകസഭാ മെമ്പർ ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ. ഇനി നമുക്ക് രാജ്യസഭയുടെ കാര്യങ്ങൾ നോക്കാം. രാജ്യസഭ എന്ന് പറഞ്ഞാൽ ആരതാണ്? ജനപ്രതിനിധികൾ സ്റ്റേറ്റ് കൗൺസിലർമാർ അടങ്ങുന്നതാണ് രാജ്യസഭ. അപ്പം പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലമാണ് രാജ്യസഭ. രാജ്യത്ത് ആകെ 250 അംഗങ്ങളിൽ കൂടാൻ പാടില്ല. 238 പേർ വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രതിനിധികളാണ്. 12 അംഗങ്ങൾ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നു. ഇവർ സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മണ്ഡലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കപ്പെട്ടവരായിരിക്കണം. വിവിധ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളാണ് വോട്ടിങ്ങിലൂടെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 6 വർഷത്തേക്കാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പം നിലവിലുള്ള സമ്പ്രദായ പ്രകാരം രാജ്യസഭയിലെ അംഗങ്ങളിൽ 1/3 അംഗങ്ങളും ഓരോ വർഷം കഴിയുമ്പോഴും പിരിഞ്ഞു പോകുന്നതും തൽസ്ഥാനത്തേക്ക് പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. രാജ്യസഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിന് അധികാരമില്ല. രാജ്യസഭയുടെ അധ്യക്ഷൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പം എന്താണ് രാജ്യസഭയിൽ പറയുന്നത്? പാർലമെന്റിന്റെ ഒരു ഉപരിമണ്ഡലമാണ് രാജ്യസഭ. അപ്പോൾ രാജ്യത്ത് എത്ര ആളുകളാണ്? 250 അംഗങ്ങളിൽ കൂടാൻ പാടില്ല രാജ്യസഭയിൽ. അതിൽ 238 പേര് എന്താണ്? വിവിധ സ്റ്റേറ്റിൽ നിന്ന് വന്ന സെൻട്രൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയുള്ള പ്രതിനിധികളാണ് ആ ഒരു ആളുകൾ എന്ന് പറയുന്നത്. 238 ഉൾപ്പെടുന്ന ആളുകളാണ്. പിന്നെ 12 അംഗങ്ങളെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്? ഇവർ ശാസ്ത്രത്തിനെ പറ്റിയിട്ടും സാഹിത്യത്തിനെ പറ്റിയിട്ടും അതുപോലെ സോഷ്യൽ സർവീസ് എന്നീ മണ്ഡലങ്ങളിലൊക്കെ അവരുടെ ആ ഒരു സ്കില്ല് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളായിരിക്കണം. ഓക്കെ, പിന്നെ 6 വർഷത്തേക്കായിരിക്കും ഈ ഒരു വോട്ടിങ്ങിലൂടെ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലേക്ക്. പിന്നെ നിലവിലുള്ള സമ്പ്രദായ പ്രകാരം എങ്ങനെയാണ്? അംഗങ്ങളിൽ 1/3 അംഗങ്ങളും ഓരോ വർഷം കഴിയുമ്പോഴും പിരിഞ്ഞു പോകുന്നവരായിരിക്കണം. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് അംഗങ്ങളെ വീണ്ടും എലക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ രാജ്യസഭ എങ്ങനെയാണ്? പിരിച്ചുവിടാൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ? അധികാരമില്ല. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്തെല്ലാം എന്നാണ് കേട്ടോ. അപ്പോൾ പാർലമെൻറ്റ് നിയമനിർമ്മാണം നടത്തുന്ന പരമാധികാര സഭയാണെന്ന് അറിയാം അല്ലേ. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് ചുമതല എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമനിർമ്മാണ ചുമതലകൾ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ വരുന്ന ഒന്നാണ് നിയമനിർമ്മാണ ചുമതല. അതെന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ലിസ്റ്റിൽ പെട്ടതും കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതുമായ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും പാർലമെൻറ്റിന് നിയമങ്ങൾ ഉണ്ടാക്കാം. ഒരു സാധാരണ ബില്ല് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാം. ഒരു ബില്ല് ലോകസഭ പാസ്സാക്കിയാൽ അത് രാജ്യസഭയുടെ പരിഗണനയ്ക്കായി വിടുന്നു. രാജ്യസഭ അത് പാസ്സാക്കുകയോ ഭേദഗതിക്കായി നിർദ്ദേശിക്കുകയോ ചെയ്യാം. ഇരു സഭകളും പാസ്സാക്കിയ ബിൽ പ്രസിഡന്റിൻ്റെ അംഗീകാരത്തിനായി വിടുന്നു. പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചാൽ അത് നിയമമായി മാറുന്നു. ഓക്കെ, ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഫസ്റ്റ് ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണ ചുമതലകളാണ്. നിയമനിർമ്മാണ ചുമതല എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ലിസ്റ്റുകളുണ്ട്. ഈ ലിസ്റ്റ് കേന്ദ്ര ലിസ്റ്റോ അതുപോലെ കൺകറന്റ് ലിസ്റ്റോ ഒക്കെ ഉണ്ട്. ആ ഒരു ലിസ്റ്റിൽ പെട്ടതായ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഓരോ നിയമം ഉണ്ടാക്കാം. ആ ഒരു നിയമമൊക്കെ ബില്ലായിട്ട് പാസ്സാവണമെങ്കിൽ ആരുടെ അംഗീകാരം ഉണ്ടാവണം? പ്രസിഡന്റിൻ്റെ അംഗീകാരം ഉണ്ടാവണം. അപ്പോൾ ഒരു ബില്ല് നമ്മുടെ ലോകസഭ പാസ്സാക്കിയാലേ നമുക്ക് അതൊരു നിയമമായിട്ട് രാജ്യസഭയും കൂടെ പരിഗണിച്ചിട്ട് രാജ്യസഭ അത് പാസ്സാക്കുകയോ അല്ലെങ്കിൽ അത് ഭേദഗതിയായിട്ട് നിർദ്ദേശിക്കുകയോ ചെയ്യാനുള്ള ഒരു അവസരം അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു 2 സഭകളും പാസ്സാക്കിയ ബില്ല് പ്രസിഡന്റിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിലാണ് അതൊരു നിയമമായിട്ട് മാറുള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു നിയമനിർമ്മാണ സഭ. ഒരു കാര്യം അതൊരു ബില്ല് പാസ്സാക്കാനോ അല്ലെങ്കിൽ അത് ഭേദഗതി ചെയ്യാനോ നമുക്ക് ഉള്ള അവകാശം ഈ ഒരു പാർലമെൻറ്റിനാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ചുമതല എന്ന് പറയുന്നത് കാര്യനിർവഹണ അധികാരമാണ്. കാര്യനിർവഹണ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്?
യഥാർത്ഥ കാര്യനിർവഹണ നടത്തിപ്പ് മന്ത്രിസഭാ കൗൺസിലിലാണ് കേട്ടോ. കൗൺസിൽ ലോക്സഭയോട് കടപ്പെട്ടിരിക്കുന്നു. പാർലമെന്റ് സമ്മേളനത്തിൽ ആദ്യത്തെ 1 മണിക്കൂർ ചോദ്യോത്തരവേളയാണ്. ഈ സമയത്ത് സഭയിലെ അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതും മന്ത്രി മറുപടി പറയേണ്ടതുമാണ്. ഗവൺമെന്റിന്റെ നയങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തുന്നതിനും വിമർശിക്കുന്നതിനും പാർലമെന്റ് അംഗങ്ങൾക്ക് അധികാരമുണ്ട്. കാര്യനിർവഹണ കാര്യത്തിൽ ലോക്സഭയ്ക്ക് അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള അധികാരങ്ങളുമുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യനിർവഹണ അധികാരത്തിൽ എന്താണ് പറയുന്നത്? ശരിക്കും കാര്യനിർവഹണം ആരാണ്? മന്ത്രിസഭാ കൗൺസിലാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യനിർവഹണ നടത്തിപ്പ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൗൺസിലിൽ എന്താണ്? ലോക്സഭയോട് കടപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ചോദ്യാവലിയുടെ ആ ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താണ് പാർലമെന്റിലെ അംഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതും അതുപോലെ അതിന് ഉത്തരം പറയേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? മന്ത്രിമാർക്കാണ്. അപ്പം എന്താണ് അവരുടെ തീരുമാനങ്ങൾ, അവരുടെ കാര്യങ്ങൾ, അവർക്ക് ചോദിക്കാനുള്ള ഓരോ ക്വറീസും കാര്യങ്ങളും ഒക്കെ അവർ പാർലമെന്റിലെ അംഗങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗവൺമെന്റിന്റെ എന്തെങ്കിലും നയങ്ങളോടോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്ക് ആ ഒരു വാദപ്രതിവാദങ്ങൾ നടത്താനും വിമർശിക്കാനും ഒക്കെ പാർലമെന്റ് അംഗങ്ങൾക്ക് അധികാരമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ കാര്യനിർവഹണ കാര്യത്തിൽ ലോക്സഭയുടെ അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഒരു അധികാരമൊക്കെയാണ് ഈ ഒരു കാര്യനിർവഹണ അധികാരത്തിൽ പറയുന്നത് കേട്ടോ. അത് പാർലമെന്റിന്റെ ചുമതലയാണ്. പാർലമെന്റിലെ അംഗങ്ങൾക്ക് അങ്ങനെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും പരാമർശിക്കാനും വിമർശിക്കാനും ഒക്കെയുള്ള അധികാരം അതിലുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് പാർലമെന്റിന്റെ അടുത്തൊരു ചുമതല എന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള ചുമതലകളാണ്. അപ്പോൾ ധനപരമായ ചുമതല എന്ന് പറയുമ്പോൾ പൊതുഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരൻ ആരാണ്? പാർലമെന്റാണ്. അപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? പാർലമെന്റാണ്. അപ്പോൾ ഗവൺമെന്റ് സമർപ്പിക്കുന്ന ധനപരമായ എല്ലാ ആവശ്യങ്ങളും പാസ്സാക്കുന്നതിനോ കുറവ് ചെയ്യുന്നതിനോ പാർലമെന്റിന് അധികാരമുണ്ട്. പാർലമെന്റിന്റെ അനുമതിയില്ലാതെ നികുതി പിരിക്കുന്നതിനോ ചെലവുകൾ നടത്തുന്നതിനോ സാധ്യമല്ല. ധനപരമായ ബില്ലുകൾ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പം പാർലമെന്റിന്റെ ധനപരമായ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു പൊതുഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരൻ പാർലമെന്റാണ്. അപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതൊരു ധനപരമായിട്ടുള്ള എല്ലാ ഡീലിങ്സും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പാർലമെന്റാണ്. അപ്പം ഈ ഒരു എല്ലാ ആവശ്യങ്ങളും പാസ്സാക്കുന്നതിനോ അല്ലെങ്കിൽ അത് കുറവ് ചെയ്യുന്നതിനോ ഒക്കെ ആർക്കാണ് അധികാരമുള്ളത്? പാർലമെന്റിനാണ്. അപ്പോൾ പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ നികുതി നമ്മുടെ ടാക്സ് കളക്ട് ചെയ്യാനോ അതുപോലെ ഒരു നികുതി പിരിവോ ഒരു ചെലവുകളോ ഒന്നും നടത്തുന്നതിനൊന്നും സാധ്യമല്ല. അതൊക്കെയാണ് ആ ഒരു ധനപരമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന അധികാരം പാർലമെന്റിന്റെ അടുത്തൊരു ചുമതല എന്ന് പറയുന്നത് എന്താണ്? നീതിന്യായ ചുമതലകളാണ്. എന്താണ് നീതിന്യായ ചുമതലകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ അംഗസംഖ്യ നിജപ്പെടുത്തുന്നതിനുള്ള അധികാരം ലോക്സഭയ്ക്കാണ്. 2 സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു പൊതുവായ ഹൈക്കോടതിയോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിന് പുതുതായി ഒരു ഹൈക്കോടതിയോ സ്ഥാപിക്കുന്നതിനുള്ള അധികാരം ലോക്സഭയ്ക്കാണ്. ഒരു ചീഫ് ജസ്റ്റിസിനെയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയെയോ നീക്കം ചെയ്യുവാനും പ്രസിഡന്റിന് ശുപാർശ ചെയ്യുവാനും പാർലമെന്റിന് അധികാരമുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു നീതിന്യായ ചുമതല എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സുപ്രീം കോടതി, നമ്മുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു നീതിപീഠമാണ് സുപ്രീം കോടതി. അപ്പോൾ ഈ ഒരു സുപ്രീം കോടതി ജഡ്ജിമാരുടെ അംഗസംഖ്യകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം വരുത്തുന്നതിനും അത് ചിട്ടപ്പെടുത്തുന്നതിനും ഒക്കെയുള്ള അധികാരം ലോക്സഭയ്ക്കാണുള്ളത്. ആ ഒരു അധികാരം കാര്യങ്ങളൊക്കെ സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു പൊതുവായ ഹൈക്കോടതിയോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിന് പുതുതായിട്ടൊരു ഹൈക്കോടതിയോ സ്ഥാപിക്കുന്നതിനൊക്കെയുള്ള അധികാരം ആർക്കുണ്ട്? ലോക്സഭയ്ക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ സുപ്രീം കോടതി ജഡ്ജിയൊക്കെ നീക്കം ചെയ്യാനും അതുപോലെ അതിന് വേണ്ടിയിട്ട് പ്രസിഡന്റിനോട് ശുപാർശ ചെയ്യുവാനും ഒക്കെയുള്ള അധികാരം പാർലമെന്റിനാണ് ഉള്ളത് കേട്ടോ. അതാണ് അവരുടെ നീതിന്യായ ചുമതലകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ചുമതലയാണ് പാർലമെന്റിന്റെ പലവിധമായ ചുമതലകൾ. എന്താണ് ഈ ഒരു പലവിധമായ ചുമതലകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷ പ്രകാരം പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയോ നീക്കം ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിലാണ്. അതാണ് ഈ ഒരു പലവിധമായ ചുമതലകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം പ്രകാരം പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനുണ്ട് കേട്ടോ. പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയോ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെന്റിനുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരവും പാർലമെന്റിനുണ്ട്. ഓക്കെ, അത് അത്രയും കാര്യങ്ങളാണ് ആ ഒരു ചുമതലകളിൽ വരുന്നത് പാർലമെന്റിന്റെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും പദവികൾ താരതമ്യം ചെയ്യാനാണ്.
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ ഒരു ലോകസഭയുടെയും രാജ്യസഭയുടെയും പദവികൾ താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ജനങ്ങളുടെ ശരിയായ പ്രതിനിധി സഭ ഏതാണ്? ലോകസഭയാണ് ജനങ്ങളുടെ ശരിയായ പ്രതിനിധി സഭ. അപ്പോൾ ഇതിലെ പ്രതിനിധികളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി രാജ്യസഭയിലെ കാര്യങ്ങളോ? രാജ്യസഭ എന്താണ്? രാജ്യസഭ ഒരു സ്ഥിരം സമിതിയാണ്. ലോകസഭയിലേക്ക് 5 വർഷത്തിൽ ഒരിക്കലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പം ഇതിൻ്റെ കാലാവധി നീട്ടുകയോ പിരിച്ചുവിടുകയോ ചെയ്യാനും ഉള്ള അധികാരമുണ്ട്. രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? പിരിച്ചുവിടാൻ കഴിയാത്ത ഒരു കാര്യമാണ് അല്ലേ? ഓക്കെ, അപ്പം ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് ലോക്സഭ. പോയിന്റ് വൈസ് ആയിട്ട് നോക്കിയാൽ മതി. ജനങ്ങളുടെ പ്രതിനിധി സഭ എന്ന് പറയുന്നത് ലോകസഭയാണ്. അപ്പോൾ ഇതിലുള്ള പ്രതിനിധികളെ ജനങ്ങൾ നേരിട്ട് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? അതൊരു പരോക്ഷമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. ഓക്കെ, പരോക്ഷമായ രീതിയിലാണ് അത് തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭാ അംഗങ്ങളെ. പിന്നെ രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരം സമിതിയാണ്. ഇപ്പം ലോക്സഭയുടെ കാലാവധി 5 വർഷത്തിൽ ഒരിക്കലാണ് ലോക്സഭയിലോട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാലാവധി നീട്ടുകയോ അല്ലെങ്കിൽ പിരിച്ചുവിടുകയോ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലോക്സഭയുടെ കേസിൽ. രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? പിരിച്ചുവിടാൻ കഴിയാത്തൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഒരു സാധാരണ ബില്ലിൻ്റെ കാര്യത്തിൽ ഇരു സഭകൾക്കും തുല്യമായ അധികാരമാണുള്ളത്. എന്നാൽ ഇരു സഭകളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സംയുക്ത സമ്മേളനം നടത്തുകയും അവിടെ ലോകസഭയ്ക്ക് അംഗസംഖ്യ കൂടുതലായതിനാൽ മുൻതൂക്കം ലഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു സാധാരണ ഒരു ബില്ല് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ എന്താണ്? രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും സെയിം ഒരേ അധികാരവും ഒരേ അതോറിറ്റിയും കാര്യങ്ങളുമാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷേ എന്താണ്? ഇരു സഭകളിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ബില്ലിനെ സംബന്ധിച്ച് വരികയാണെങ്കിൽ അവിടെ ഒരു സംയുക്ത സമ്മേളനം നടത്തുകയും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ അപേക്ഷിച്ച് കൂടുതൽ അംഗസംഖ്യ ഉള്ളത് കൊണ്ട് അവിടെ ലോകസഭയ്ക്കാണ് മുൻതൂക്കം ലഭിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന പോയിന്റ് നോക്കാം. മന്ത്രിസഭാ കൗൺസിലിന് മേൽ ലോകസഭയ്ക്കാണ് അധികാരം കൂടുതൽ. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുന്നതിനും വിമർശിക്കുന്നതിനും മാത്രമേ രാജ്യസഭയ്ക്ക് അധികാരമുള്ളൂ. മന്ത്രിസഭാ കൗൺസിലിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ഓക്കെ, അപ്പം മന്ത്രിസഭാ കൗൺസിൽ കുറേ മന്ത്രിമാരടങ്ങിയിട്ടുള്ള ആ ഒരു മന്ത്രിസഭാ കൗൺസിലിൻ്റെ മേലെ ലോകസഭയ്ക്ക് കുറച്ചുകൂടെ അധികാരമുണ്ട്. പക്ഷേ ഈ ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടോ അതുപോലെ അതിലെന്തെങ്കിലും വാദപ്രതിവാദം നടത്താനും വിമർശിക്കാനും ഒക്കെ ആർക്കാണ് അധികാരം? രാജ്യസഭയ്ക്കാണ് അധികാരമുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഭരണഘടനാ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ചും പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ എന്നിവരെ ഇംപീച്ച്മെന്റ് ചെയ്യുന്നതും പുറത്താക്കുന്നതും സംബന്ധിച്ചൊക്കെ 2 സഭകൾക്കും എന്താണ്? ഏതാണ്ട് തുല്യ അധികാരമാണുള്ളത്. അപ്പോൾ ആ ഒരു പവർ എന്തൊക്കെയാണ്? ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും ഒരുപോലെയുള്ളൊരു അധികാരമാണ് ഭരണഘടനാ ഭേദഗതി വരുത്തുന്നതിലുള്ള അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കപ്പെടുന്ന കാര്യങ്ങൾ, പിന്നെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയെയും ഹൈക്കോടതി ജഡ്ജിമാരെയൊക്കെ ഇംപീച്ച് ചെയ്യുന്നതും പുറത്താക്കുന്നതും ആണ് ഇംപീച്ച്മെന്റ്. ഇത് ഇംപീച്ച് ചെയ്യുന്നതിനെയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ 2 സഭകൾക്കും ലോകസഭയ്ക്കും രാജ്യസഭകൾക്കും ഒരേ അധികാരം, തുല്യമായിട്ടുള്ള അധികാരമാണ് ഉള്ളത്. അതാണ് അടുത്ത പോയിന്റ്. ഇനി നെക്സ്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ധനപരമായ കാര്യങ്ങളിൽ ലോകസഭയ്ക്കാണ് അധികാരം. പുതിയ ഓൾ ഇന്ത്യ സർവീസുകൾ രൂപീകരിക്കുന്നതും സംസ്ഥാന ലിസ്റ്റിലെ ഏതെങ്കിലും ഇനത്തിന് ദേശീയ പ്രാധാന്യം പ്രഖ്യാപിക്കുന്നതിന് രാജ്യസഭയാണ്. ഓക്കെ, അപ്പം ധനപരമായിട്ടുള്ള അധികാരം ആർക്കാണ് കൂടുതൽ? ലോകസഭയ്ക്കാണ് ധനപരമായിട്ടുള്ള അധികാരം ഉള്ളത്. പക്ഷേ പുതിയ ഓൾ ഇന്ത്യ സർവീസുകൾ രൂപീകരിക്കുന്നതിനും അതുപോലെ സംസ്ഥാന ലിസ്റ്റിലെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് എന്താണ് ദേശീയ പ്രാധാന്യം പ്രഖ്യാപിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാജ്യസഭയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ലോകസഭയ്ക്ക്, ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ലോകസഭയ്ക്കാണ് മുൻതൂക്കം. ഓക്കെ, നെക്സ്റ്റ് അവിടെ ഒരു കാര്യം കൊടുത്തിട്ടുള്ളത് ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനരവലോകനം എന്നാൽ എന്താണ് നീതിന്യായ പുനരവലോകനം എന്ന് പറഞ്ഞാൽ? നിയമനിർമ്മാണ സഭയുടെ വിജ്ഞാപനമോ നിയമമോ ഭരണഘടനാ അനുസൃതമോ ആണോ എന്ന് നീതിന്യായ വിഭാഗം പരിശോധിക്കുന്നതിനെ ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നു. പുനഃപരിശോധനയിൽ ഏതെങ്കിലും നിയമം ഭരണഘടനയുടെ ലംഘനമായി കണ്ടാൽ നീതിന്യായ വകുപ്പ് അവ ഭരണഘടനാ അനുസൃതമല്ല ആയതിനാൽ നിയമപ്രകാരം അസാധുവാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതാണ്
ജുഡീഷ്യൽ റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിയമനിർമ്മാണ സഭയുടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു നിയമമോ അല്ലെങ്കിൽ ഭരണഘടനാ അനുസൃതമാണോ എന്ന് നമ്മുടെ നീതിന്യായ വിഭാഗം പരിശോധിക്കുന്നതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സുപ്രീം കോടതിയുടെ ഘടനപ്രകാരമാണ് അധികാരപരിധി വിശദമാക്കുക. സുപ്രീം കോടതിയുടെ ഘടനപ്രകാരമാണ് അധികാരപരിധി എന്ന് വിശദമാക്കാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഘടന എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇന്ത്യക്കൊരു ഏകീകൃത നീതിന്യായ വകുപ്പാണുള്ളത്. അത് ഉന്നത തലത്തിൽ സുപ്രീം കോടതിയും അതിന് താഴെ സംസ്ഥാന തലത്തിൽ ഹൈക്കോടതിയും കീഴ്ക്കോടതികളായ ജില്ലാ കോടതികളും ഏറ്റവും താഴെയായി ഉപകോടതികളും ഉള്ള ഒരു നീതിന്യായ ശൃംഖലയാണ് ഉള്ളത്. സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരുമുണ്ട്. ഇവരെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അപ്പോൾ ജഡ്ജിയായി നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് വേണ്ട കുറച്ച് കണ്ടീഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ പൗരനായിരിക്കണം. കുറഞ്ഞത് 5 വർഷമെങ്കിലും ഒരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ 2 അതിലധികമോ ഹൈക്കോടതികളിലോ തുടർച്ചയായി ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ചിരിക്കണം. കുറഞ്ഞത് 10 വർഷമെങ്കിലും ഒരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ 2 അതിലധികമോ ഹൈക്കോടതികളിലോ തുടർച്ചയായി അഭിഭാഷകനായി സേവനം അനുഷ്ഠിച്ചിരിക്കണം. പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ ശ്രേഷ്ഠനായ നിയമജ്ഞനായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു സുപ്രീം കോടതിയുടെ ഒരു ഘടന എപ്രകാരമാണ് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അധികാരപരിധി എങ്ങനെയൊക്കെയാണ്? അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഏകീകൃതമായിട്ടുള്ളൊരു നീതിന്യായ വകുപ്പാണുള്ളത്. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന നീതിന്യായ വകുപ്പ് എന്ന് പറയുന്നത് ഏതാണ്? സുപ്രീം കോർട്ടാണ്. സുപ്രീം കോടതിയാണ് ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന കോടതി. അപ്പോൾ അതിന് താഴെയാണ് ഈ ഒരു സംസ്ഥാന തലത്തിലാണ് ഹൈക്കോർട്ട് വരുന്നത് സംസ്ഥാന തലത്തിലാണ്. അതിന് താഴെയാണ് ജില്ലാ കോടതികൾ, കീഴ്ക്കോടതികൾ വരുന്നത്. അതിൻ്റെ താഴെയാണ് ഉപകോടതികൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നീതിന്യായ ശൃംഖലയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് ഒരു ജഡ്ജിക്ക് വേണ്ട കണ്ടീഷൻസാണ്, ആ ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇന്ത്യൻ പൗരനായിരിക്കണം ഒരു സുപ്രീം കോടതി ജഡ്ജി എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ കുറഞ്ഞ 5 വർഷം അല്ലെങ്കിൽ ഒരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ 2 അതിലധികമോ ഹൈക്കോടതികളിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജഡ്ജി ആയിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം ഒരു സുപ്രീം കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ. പിന്നെ കുറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് 10 വർഷമെങ്കിലും ഒരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ 2 അതിലധികമോ ഹൈക്കോടതികളിലോ തുടർച്ചയായിട്ട് അഡ്വക്കേറ്റായിട്ട് അഭിഭാഷകനായിട്ട് സർവീസ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ ശ്രേഷ്ഠനായ നിയമജ്ഞനായിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷനാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ടത്. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്താണ്? സുപ്രീം കോടതിക്ക് 3 ഇനത്തിലുള്ള അധികാരപരിധിയാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ആദ്യ വിചാരണ അധികാരമുണ്ട്, അതുപോലെ വിചാരണാധികാരം അഥവാ അപ്പീലുകൾ സമർപ്പിക്കുന്നതിനുള്ള കോടതിയാണ് സുപ്രീം കോടതി, പിന്നെ ഉപദേശ അധികാരം. ഇങ്ങനെ 3 അധികാരപരിധിയാണ് സുപ്രീം കോടതിക്കുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വിചാരണ അധികാരം എന്താണെന്ന് നോക്കാം. ഏതാനും കേസുകളുടെ വിചാരണ സുപ്രീം കോടതിയിൽ മാത്രം നേരിട്ട് നിർവഹിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റും ഒരു സംസ്ഥാനം തമ്മിലോ അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങൾ തമ്മിലോ ഉള്ള തർക്കങ്ങൾ, 2 സംസ്ഥാനങ്ങൾ തമ്മിലോ 2ലധികം സംസ്ഥാനങ്ങളോ തമ്മിലോ ഉള്ള തർക്കങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നിലധികം സംസ്ഥാനങ്ങളോ ഒരു പക്ഷത്തും ഒന്നിലധികം സംസ്ഥാനങ്ങൾ മറുപക്ഷത്തുമായിട്ടുള്ള തർക്കങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അധികാരങ്ങളാണ് സുപ്രീം കോടതിയുടെ ആദ്യ വിചാരണ അധികാരത്തിൽ അണ്ടറിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പുനർവിചാരണ അധികാരം അഥവാ അപ്പീലുകൾ സമർപ്പിക്കുന്നതാണ് അടുത്ത് വരുന്ന ഒരു അധികാരം എന്ന് പറയുന്നത്. അപ്പം കീഴ്ക്കോടതി തീർപ്പുകൾക്കെതിരെ കോടതികളിൽ അപ്പീലുകൾ സമർപ്പിക്കുന്നതിനെയാണ് പുനർവിചാരണ അധികാരം എന്ന് പറയുന്നത്. ഒരു കേസ് നടന്ന ആ ഒരു കേസിലൊക്കെ നമ്മൾ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കീഴ്ക്കോടതികളിലും ജില്ലാ കോടതികളിൽ തീർപ്പ് ആവാത്ത കേസ് അപ്പീൽ കൊടുത്തിട്ട് സുപ്രീം കോടതിയിലോട്ട് പോകുന്ന കേസുകൾ, അത്തരത്തിലുള്ള കേസുകളിലാണ് ഈ ഒരു പുനർവിചാരണ അധികാരം സുപ്രീം കോടതിക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഭരണഘടനാപരമായിട്ടുള്ളതും സിവിൽ ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചുള്ളതുമായ അപ്പീലുകൾ കേൾക്കുന്ന ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. അപ്പോൾ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുനർവിചാരണാധികാരം, അപ്പീലുകൾ സമർപ്പിക്കുന്നതിനുള്ളൊരു കോടതിയായിട്ട് സുപ്രീം കോടതി മാറുന്നത്. അത് ആ ഒരു അധികാരമുണ്ട്. നെക്സ്റ്റ് വരുന്ന അധികാരമാണ് ഉപദേശാധികാരം. ഉപദേശാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതോ ആയ കാര്യങ്ങളിൽ അവ ജനപ്രാധാന്യം ഉള്ളതായിട്ട് പ്രസിഡന്റിൻ്റെ ചിന്ത ഉണ്ടായാൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായും
അല്ലെങ്കിൽ അഭിപ്രായത്തിനായി പരാമർശിക്കും. സുപ്രീം കോടതി ആകട്ടെ അവയുടെ മേൽ വിചാരണ ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടാൽ പ്രസിഡന്റിനെ അറിയിക്കാം. സുപ്രീം കോടതി കോടതി കൂടിയാണ്. മേൽപ്പറഞ്ഞ അധികാരങ്ങൾ കൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ വ്യാഖ്യാനങ്ങൾ നൽകുന്ന കോടതി എന്ന നിലയിൽ ഭരണഘടനയുടെ കാവൽക്കാരനും സംരക്ഷകനുമായിട്ട് സുപ്രീം കോടതി അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരനും സംരക്ഷകനും സുപ്രീം കോടതിയാണ്. എക്സിക്യൂട്ടീവ് ആജ്ഞകളും വിജ്ഞാപനങ്ങളും കൂടാതെ എല്ലാത്തരം നിയമങ്ങളുടെയും പുനരവലോകന അധികാരം സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമാണ്. അതാണ് ഉപദേശ അധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു പൊതു ജനപ്രാധാന്യം ഉള്ളതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രസിഡന്റിന് എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ അഭിപ്രായം ആയിരിക്കും അറിയേണ്ടത്. അപ്പോൾ ആ ഒരു അഭിപ്രായത്തിനായിട്ട് നമ്മൾ പരാമർശിക്കും. അപ്പോൾ ഈ ഒരു സുപ്രീം കോടതിയോ അതിൻ്റെ മേലൊരു വിചാരണ ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റിനെയും അറിയിക്കും. അങ്ങനെ സുപ്രീം കോടതി മേൽപ്പറഞ്ഞ അധികാരങ്ങൾ കൂടാതെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ വ്യാഖ്യാനങ്ങൾ നൽകുന്ന ഒരു കോടതി എന്ന നിലയിൽ ഭരണഘടനയുടെ കാവൽക്കാരനും അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷകനായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആരാണ്? സുപ്രീം കോർട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന മൗലികാവകാശങ്ങളുടെ കാവൽക്കാരന് സംരക്ഷകനും ഒക്കെ ആരാണ്? സുപ്രീം കോടതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ഉപദേശാധികാരമായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അത്രയും നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒരു സുപ്രീം കോർട്ട് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ, അതുപോലെ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ, പിന്നെ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ, പദവി, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണത് ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ്, അതുപോലെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും പ്രാധാന്യത്തെ പറ്റിയിട്ടും നമ്മുടെ ആ ഒരു ദ്വിമണ്ഡല പ്രസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും, അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ, സുപ്രീം കോടതിയുടെ ആ ഒരു ഘടന, അതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഘടന, കൂട്ടുകക്ഷി ഗവൺമെൻറ്, ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടതിന് ശേഷം നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.